250 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം ഇത്ര ചേർത്തിട്ട് ചെമ്മീനൊന്ന് തിളച്ച് വരുമ്പോൾ ഇറക്കി വയ്ക്കുക കേട്ടോ. വല്ലാതെ വേണ്ട, ഇറക്കി തണുക്കാൻ വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, വേപ്പില വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി 4-5 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്യുക. ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് പിന്നീടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ തണുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ ഇത്ര ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ വലിയ ചെമ്മീൻ തന്നെ വേണമെന്നില്ല, ഇതൊരു ഇടത്തരം വലിപ്പമുള്ള ചെമ്മീനാണ്. ചെറിയ ചെമ്മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ചെറിയ ഉരുളകളായിട്ട് കുഴച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ ഓയിലായാലും മതി. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കുക ഇത്തിരി വെള്ളം ഒന്ന് കയ്യിൽ തൂത്ത് കൊടുത്തിട്ട് അത് പരിപ്പോടയിലൊക്കെ പാകത്തിൽ പരത്തിയിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റി വയ്ക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് വറുത്ത് കോരി ഉപയോഗിക്കാം. അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.